നാടകം കളിക്കുന്നുണ്ടോ BJP എന്നുള്ളതാണ് ചോദ്യം. രണ്ട് ക്ലൈമാക്സുകളുള്ള, രണ്ട് സ്ക്രിപ്റ്റുകളുള്ള, എന്നാൽ രണ്ട് തരം കാണികളുള്ള ഒരേ സംവിധായകൻ്റെ രണ്ട് നാടകങ്ങളാണ് ഒരേ സമയം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ രണ്ട് നാടകവും രണ്ടും ചവിട്ട് നാടകങ്ങളാണ്. രണ്ടിടത്തും ചവിട്ടുന്നുണ്ട്. പക്ഷേ ഒരിടത്ത് ചവിട്ട് തലോടലായി അനുഭവപ്പെടുന്നു, മറ്റൊരിടത്തെ ചവിട്ട് ഇപ്പോൾ ചവിട്ടായിട്ട് നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അത് നടക്കുന്നത് ഛത്തീസ്ഗഡിലാണ്, മറ്റൊന്ന് നടക്കുന്നത് കേരളത്തിലാണ്. വളരെ ലളിതമായി പറഞ്ഞാൽ ഹരികൃഷ്ണൻസ് എന്ന സിനിമയിലെ രണ്ട് ക്ലൈമാക്സ് പോലെയാണ്. ഛത്തീസ്ഗഡിലുള്ളവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഒരു നാടകം, കേരളത്തിലുള്ളവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മറ്റൊരു നാടകം. അങ്ങനെ ഇരട്ട ക്ലൈമാക്സും ഇരട്ട സ്ക്രിപ്റ്റുമായി BJPയുടെ ചവിട്ട് നാടകം തുടരുകയാണ് പ്രിയപ്പെട്ടവരെ എന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. ഞാൻ ഇന്ന് പ്രോസിക്യൂഷൻ്റെ ഭാഗമായിട്ടുള്ള പ്രങ്കുഷ് മിശ്ര നമ്മുടെ റിപ്പോർട്ടറിനോട് പറഞ്ഞിരിക്കുന്ന വാചകത്തിൽ തുടങ്ങാം. അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണ്. ഇന്നലെ അമിത്ഷാ UDF MPമാർക്കും കേരളത്തിലെ BJP അധ്യക്ഷനും ഉറപ്പ് കൊടുത്തു എന്ന് പറഞ്ഞ വാചകം കൂടി ഞാൻ പറയാം. സർക്കാർ അനുകൂലമായ നിലപാടെടുക്കും, പ്രോസിക്യൂഷൻ ജാമ്യ ഹർജിയെ എതിർക്കില്ല. ഇതാണ് UDF MPമാർ പറഞ്ഞ് അമിത്ഷാ പറഞ്ഞതായി നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുന്ന കാര്യം. ഇന്ന് സംഭവിച്ച കാര്യം ഞാൻ പറയാം. പ്രോസിക്യൂഷൻ്റെ വാദമാണ്. പ്രോസിക്യൂഷൻ്റെ ഒപ്പം നിന്ന പ്രങ്കുഷ് മിശ്ര എന്ന അഭിഭാഷകൻ പറയുന്നു, നമ്മളുടെ ബൈറ്റിൽ പറയുന്നു, അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണ്. കന്യാസ്ത്രീകൾക്ക് ഒരു കാരണവശാലും ജാമ്യം കൊടുക്കരുത്. അമിത്ഷാ UDF MPമാരോട് പറയുന്നു, പ്രോസിക്യൂഷൻ ജാമ്യ ഹർജി എതിർക്കുന്നില്ല. പ്രോസിക്യൂഷൻ ഇന്ന് കോടതിയിൽ പറയുന്നു, കന്യാസ്ത്രീകൾക്ക് ഒരു കാരണവശാലും ജാമ്യം കൊടുക്കരുത്. കാരണം ഇത് മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. പറയുന്നത് NIA കോടതിയിൽ കന്യാസ്ത്രീകൾ നിർബന്ധിച്ചാണ് കുട്ടികളുടെ മതം മാറ്റാൻ ശ്രമിച്ചത്. കുട്ടികളല്ല, അവർ 18 വയസ്സ് പൂർത്തിയായവരാണ്. കന്യാസ്ത്രീകൾ ഇത് തുടർച്ചയായി ചെയ്യുന്നതാണ്. നിലവിൽ ഒരു തെളിവ് പോലും ഈ കന്യാസ്ത്രീക്കെതിരെ, ഒരു കുറ്റം പോലും, ഒരു FIR പോലും ഈ ഛത്തീസ്ഗഡിലോ ആഗ്ര പരിധിയിലോ ഇല്ല എന്നുള്ളതാണ്. നാളിതുവരെ ഒരു ക്രിമിനൽ കേസിലും ഉൾപ്പെട്ടവരല്ല പ്രീതി സിസ്റ്ററും വന്ദന സിസ്റ്ററും. ഇത് വലിയ വൈകാരിക വിഷയമാണ്. ഇത് വലിയ വൈകാരിക വിഷയമാണ് സാർ. കേരളത്തിലും ഈ ഇന്ത്യയിലും ഇത് വൈകാരിക വിഷയമാകും സാർ. ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട 2 കാവൽ മാലാഖമാരെ ജയിലിൽ പിടിച്ചിടുമ്പോൾ വൈകാരിക വിഷയമാകും. സെഷൻസ് കോടതിയിൽ ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അത് തന്നെയാണെന്നേ നമ്മളിവ പറയുന്നത്. സെഷൻസ് കോടതിയിൽ പറഞ്ഞിരുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് NIA കോടതിയിലും ആവർത്തിച്ചത്. എവിടെ പോയി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഉറപ്പ്? ജാമ്യം കൊടുത്താൽ കന്യാസ്ത്രീകൾ നിർബന്ധിത മതപരിവർത്തനം തുടങ്ങും. ഹൈക്കോടതി പ്രോസിക്യൂഷന്റെ ഭാഗമായി നിന്ന പ്രങ്കുഷ് മിശ്രയുടെ വാദമാണ് ഞാൻ ഈ പറയുന്നത്. ജാമ്യം കൊടുത്താൽ കന്യാസ്ത്രീകൾ നിർബന്ധിത മതപരിവർത്തനം തുടരും. NIA കോടതിയിൽ ഇത് പ്രോസിക്യൂഷൻ എടുത്ത നിലപാടാണ്. അപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ UDFിലെ MPമാർക്കും ഇവിടുത്തെ BJP സംസ്ഥാന അധ്യക്ഷനും കൊടുത്തു എന്ന് പറയുന്ന ഉറപ്പ് എവിടെ? അത് കോടതിയിൽ നാളെയും ആവർത്തിക്കും. ഇതാണ് പ്രോസിക്യൂഷന്റെ ഭാഗമായിട്ട് അങ്കുഷ് മിശ്ര ഇന്ന് റിപ്പോർട്ടിന് കൊടുത്തിരിക്കുന്ന ബൈറ്റിൽ പറയുന്നത്. ഇനി പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൊടുത്ത ഉറപ്പിന് എന്ത് വിലയാണുള്ളത്? അതാണെന്ന് പാംപ്ലാനി പിതാവ് പറഞ്ഞത്. അമിത്ഷായുടെ വാക്ക് കാറ്റിൽ പറന്നുപോയിരിക്കുന്നു. ഇങ്ങനെയാണെങ്കിൽ തെരുവിൽ ഞങ്ങൾ നീതിക്ക് വേണ്ടി പോരാട്ടം തുടരേണ്ടി വരും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളിത് യാദൃച്ഛികമാണെന്ന് കരുതുന്നുണ്ടോ? ഈ വിഷയത്തിൽ കന്യാസ്ത്രീകളെ ജയിലിലിട്ട വിഷയം ഛത്തീസ്ഗഡിൽ ആളിക്കെത്തിച്ച് ബജരംഗ് ദളിൻ്റെ പിന്തുണയോടുകൂടി അവിടെയുള്ള ഭൂരിപക്ഷ വോട്ടുകൾ സ്വന്തമാക്കണം. എന്നാൽ അതിൻ്റെ തിരക്കഥ മറുഭാഗത്ത് എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം, അനൂപ് ആന്റണിയും ഷോൺ ജോർജും രാജീവ് ചന്ദ്രശേഖരും അടക്കമുള്ള കേരളത്തിലെ BJP നേതൃത്വത്തിന് വരാൻ പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും 20% വരുന്ന ക്രിസ്ത്യൻ വോട്ട് ബാങ്കിൻ്റെ പിന്തുണ വേണം. അതിനുവേണ്ടി ജാമ്യത്തിന് വേണ്ടി ഞങ്ങൾ ഇതാ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന പ്രതീതി ഉണ്ടാക്കണം. നാളെ ഇവർക്ക് ജാമ്യം കിട്ടും. ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. അത് കേന്ദ്രമന്ത്രിയുടെ ഇടപെടൽ കൊണ്ടല്ല, സ്വാഭാവികമായി ജാമ്യം കിട്ടണം. കാരണം പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ടാണ് പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടാത്തതെന്ന് അറിയാമോ? പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടാൽ ഈ കേസിലെ പ്രാഥമികമായ തെളിവെടുപ്പിന് വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് പൊളിഞ്ഞടുങ്ങും. ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്നുള്ളത് NIAയുടെ പരിധിയിൽ എങ്ങനെയാണ് വരുന്നത്? 2008 NIA ആക്ട് പ്രകാരം ഈ ഹ്യൂമൻ ട്രാഫിക്കിംഗ് ഒരു ഷെഡ്യൂൾ ഒഫൻസാണ്. പക്ഷേ ഒരു കാര്യം സംഭവിച്ചിരിക്കണം, നിങ്ങൾ വിദേശ രാജ്യത്തേക്ക് കടത്തണം. ഇതെവിടേക്കാണ് കടത്തിയത്? ആഗ്ര വിദേശ രാജ്യമാണോ സുജയ? ആഗ്രയിലെ ഒരു സ്ഥാപനത്തിലേക്ക് ഇവരെ ജോലിക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി വരുമ്പോൾ നമ്മുടെ കേരളത്തിലേക്ക് ബീഹാറിൽ നിന്നും ബംഗാളിൽ നിന്നും ആളുകൾ വരുമ്പോൾ അത് ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആണോ? അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ കോൺട്രാക്ടർമാർക്ക് പണിയെടുക്കാൻ പറ്റുമോ? കേസ് അടിപൊളി പൊളിഞ്ഞു പോകും. പിന്നെ മതപരിവർത്തനം നടത്തിയതാണ് പറയുന്നത്. ഇന്ത്യ ടുഡേയുടെ ക്യാമറയിലും നമുക്ക് കിട്ടിയിരിക്കുന്ന പ്രാദേശിക ചാനലിൻ്റെ ബൈറ്റിലും വളരെ കൃത്യമായിട്ട് പറയുന്നില്ലേ, 5 വർഷമായി ഞങ്ങളുടെ ദൈവം ആദിവാസി വിഭാഗത്തിലെ ദൈവമായ ഗോണ്ടോ ദൈവമല്ല, പകരം ജീസസ് ക്രൈസ്റ്റ് ആണെന്ന് ഈ പെൺകുട്ടി പറയുന്നുണ്ട്. അപ്പോൾ കേസ് അന്വേഷിച്ചാൽ പൊളിഞ്ഞടുങ്ങുന്നൊരു കേസ്, ഒരു കാരണവശാലും കോടതിയിൽ നിലനിൽക്കാത്തൊരു കേസ്,
ആ കേസിൽ പ്രോസിക്യൂഷൻ ജാമ്യം നൽകുന്നതിനെ എതിർത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു ഉറപ്പെവിടെ എന്ന ചോദ്യം നമ്മൾ ആവർത്തിച്ച് ചോദിക്കുന്നത്. അതുകൊണ്ട് നാളെ ജാമ്യം കിട്ടും. കാരണം 60 വയസ്സ് കഴിഞ്ഞവരാണ്, സ്ത്രീകളാണ്, ഇവർക്കെതിരെ മുൻകൂർ കേസുകളില്ല. NIAക്ക് തന്നെ ഈ കേസ് പരിഗണിക്കണമെന്ന വിഷയത്തിൽ ആശങ്കയുണ്ട്. കാരണം ഹ്യൂമൻ ട്രാഫിക്കിങ്ങിൻ്റെ ഈ വിഷയം NIAയുടെ ജൂറിസ്ഡിക്ഷനിൽ വരുന്ന വിഷയമാണോ എന്ന വലിയ ചർച്ചകൾ നടക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് ഇതിന് സ്വാഭാവികമായും ജാമ്യം കിട്ടും. പക്ഷേ പ്രോസിക്യൂഷൻ ചെയ്യാനുള്ളത് ചെയ്തു. ആരെ സന്തോഷിപ്പിക്കാൻ? ഛത്തീസ്ഗഡിലെ ഭൂരിപക്ഷ വോട്ട് ബാങ്കിനെ സന്തോഷിപ്പിക്കാനും ഛത്തീസ്ഗഡിലെ BJPയെ സന്തോഷിപ്പിക്കാനും പ്രോസിക്യൂഷൻ വേണ്ടത് ചെയ്തു. കേരളത്തിലെ ജനങ്ങളെ സന്തോഷിപ്പിക്കാനോ? പുറത്തു വന്ന് ഷോൺ ജോർജും അനൂപ് ആന്റണിയും കള്ളം പറഞ്ഞു. പ്രോസിക്യൂഷൻ എതിർത്തിട്ടില്ല. അങ്ങനെയല്ല, പ്രോസിക്യൂഷൻ എതിർത്തു. അതൊരു സ്വാഭാവികമായ നടപടിക്രമം എന്ന നിലയിൽ തന്നെ പ്രോസിക്യൂഷൻ എതിർത്തു. പക്ഷേ അസാധാരണമായ സാഹചര്യത്തിൽ അസാധാരണമായ നിലപാടുകൾ സ്വീകരിക്കേണ്ടി വരും. അതാണല്ലോ ചരിത്രം. 10% കേസുകളെങ്കിലും കേരളത്തിൽ പല ക്രിമിനൽ കേസുകളിലടക്കം നോൺ ബെയിലബിൾ കേസുകളിലടക്കം ജാമ്യം അനുവദിക്കുന്നുണ്ട് പ്രോസിക്യൂഷൻ. എത്രയെത്ര കേസുകൾ നമ്മുടെ മുന്നിലുണ്ട്. പല കേസുകളല്ലേ സുപ്രീം കോടതിയുടെ വിധി പ്രകാരം സുപ്രീം കോടതി തന്നെ ഓർമ്മിക്കുന്നുണ്ട്, പല കോടതികളും ഓർമ്മിപ്പിക്കുന്നുണ്ട് പ്രോസിക്യൂട്ടറെ, നിങ്ങൾ കോർട്ടിനെ അസിസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരാണ്, സർക്കാരിൻ്റെ വാദം പറയുന്നവരല്ല പ്രോസിക്യൂട്ടർ. കോടതിയുടെ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങൾ നീതിന്യായ വ്യവസ്ഥയെ അസിസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ നിങ്ങൾ ജാമ്യ ഹർജി എതിർക്കുമ്പോൾ അതിന് മതിയായ കാരണങ്ങൾ വേണം എന്ന് പല കോടതികളും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇവിടെയാണ് ചില എക്സാമ്പിൾസ് ഞാൻ പറയാം. ഇപ്പോൾ നേരത്തെ സുജയ പറഞ്ഞല്ലോ, ഭൂരിപക്ഷം കേസുകളും വളരെ പ്രധാനപ്പെട്ട കേസുകളിലടക്കം ഫസ്റ്റ് ഇൻസ്റ്റൻസിൽ ജാമ്യം നൽകിയിട്ടുണ്ട്. പ്രോസിക്യൂഷൻ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഫോർമലായിട്ട് ഇങ്ങനെ ഒരു ഒബ്ജക്ഷൻ ഉന്നയിച്ചിട്ടില്ല. ഞാൻ ചില കേസുകൾ പറയാം, വളരെ പ്രധാനപ്പെട്ട കേസുകളാണ്. ഒന്ന്, പ്രഭാ ശർമ്മ കേസ്, പ്രഭാ ശർമ്മ വേഴ്സസ് ദ സ്റ്റേറ്റ് 1993. ഒരു ഫോർമൽ ഒബ്ജക്ഷൻ ഉണ്ടായിരുന്നില്ല പ്രോസിക്യൂഷന്. സുപ്രീം കോടതിയിൽ ഈ കേസ് വരുന്ന ഘട്ടത്തിൽ സുപ്രീം കോടതി വളരെ കൃത്യമായി ആദ്യ ദിവസം തന്നെ ജാമ്യം അനുവദിക്കുക. രണ്ടാമത്തെ കേസ് സ്റ്റേറ്റ് ഓഫ് UP വേഴ്സസ് അമരാമാണി ത്രിപാഠി 2005 സുപ്രീം കോടതിയിൽ വന്ന കേസാണ്. പ്രോസിക്യൂഷന് ഫസ്റ്റ് ഇൻസ്റ്റൻസിൽ ഇതേപോലൊരു ഫോർമൽ ഒബ്ജക്ഷൻ ഇല്ല. ഇതേപോലെ കന്യാസ്ത്രീകൾക്കെതിരെ പ്രോസിക്യൂഷൻ പറഞ്ഞതുപോലെ ഒരു ആർഗ്യുമെൻ്റ് ഇല്ല. അവിടെയും ആദ്യ ഇൻസ്റ്റൻസിൽ പ്രോസിക്യൂഷൻ വഴങ്ങി. മൂന്നാമത്തെ ഒരു കേസ് നോക്കൂ, ED കേസുമായി ബന്ധപ്പെട്ട കേസാണ്. ഈ ED കേസുമായി ബന്ധപ്പെട്ട കേസിൽ, സജീവ് മിശ്രയുമായി ബന്ധപ്പെട്ട കേസിൽ സുപ്രീം കോടതിയിലേക്ക് കേസ് വരുമ്പോൾ ED പറയുന്നു ബെയിൽ കൊടുക്കാം എന്നാണ് പറയുന്നത്. ഫസ്റ്റ് ഇൻസ്റ്റൻസിൽ പറയുന്നു എന്നത് ഓർമ്മിക്കണം. അപ്പോൾ ഇങ്ങനെ പല കേസുകൾ നമ്മുടെ മുന്നിലുണ്ട്. ആ കേസുകളിലെല്ലാം പ്രോസിക്യൂഷൻ ജാമ്യം നൽകിയ ഇൻസ്റ്റൻസസ് നമ്മുടെ മുമ്പിലുണ്ട്. അത്തരം ഒരു ഇൻസ്റ്റൻസ് ആയിട്ട് ഇത് എന്തുകൊണ്ട് മാറിയില്ല? അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ BJPക്ക് ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് പ്രോസിക്യൂഷൻ ഇങ്ങനൊരു വാദം ഉന്നയിക്കില്ലായിരുന്നു. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ നാടകത്തിൻ്റെ ഒരു രംഗം മാത്രമാണിത്. ഈ രംഗം ഇപ്പോൾ നിലവിൽ ലക്ഷ്യമിട്ടിരിക്കുന്നത് കന്യാസ്ത്രീ വിഭാഗത്തിൽപ്പെട്ടവരെയും ക്രൈസ്തവ വിശ്വാസികളെയുമാണ്. അത് സന്തോഷിപ്പിക്കുന്നത് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ഒരു വിഭാഗത്തെയാണെന്ന് BJPയുടെ ഛത്തീസ്ഗഡ് വിഭാഗം കരുതുന്നു. എന്നാൽ നോക്കൂ, ഇതിൻ്റെ തുടർച്ചയാണ് കേരള സ്റ്റോറി. കേരള സ്റ്റോറി എന്ന സിനിമയുടെ സംവിധായകൻ സുദീപ് തോസന്നിന് മികച്ച സംവിധായകനുള്ള പുരസ്കാരം കൊടുത്തു. 32,000 സ്ത്രീകളെ ആണ് മതം മാറ്റിയത് എന്ന പച്ചക്കള്ളം പറഞ്ഞു. അതിന്ന് ജൂറി ആവർത്തിക്കുക. വസ്തുതാപരമായ ഒരു സിനിമയുണ്ടാക്കിയെന്നാണ് പറഞ്ഞിരിക്കുന്നത് ജൂറി ഇന്ന് പ്രസ് മീറ്റിൽ. വസ്തുതാപരമാണോ സുജയ? നോക്കൂ, കേരള സ്റ്റോറിയിൽ എന്താ സംഭവിച്ചത്? കേരള സ്റ്റോറി ഒരു ഫാൾസ് പ്രൊപ്പഗാൻഡയാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞില്ലേ? ഈ സ്റ്റോറിയല്ലേ ഇടുക്കിയിലും മറ്റു പല അതിരൂപതയുടെയും കീഴിൽ പ്രദർശിപ്പിച്ചത്, അവിടെയുള്ള സഭാവിശ്വാസികളെ കാണിച്ചത്, പല സ്റ്റേറ്റുകളിലും നികുതി ഒഴിവാക്കി കാണിച്ചത്. അപ്പോൾ കേരള സ്റ്റോറി കാണിക്കുന്ന ഘട്ടത്തിൽ മറ്റൊരു വിഭാഗത്തെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. കന്യാസ്ത്രീകളെ ജയിലിടുമ്പോൾ വേറൊരു ഗ്രൂപ്പിനെയാണ് ടാർഗറ്റ് ഇടുന്നത്. ഇവർ രണ്ടുപേരും തമ്മിലുള്ള ബന്ധം എന്താ? വിചാരധാരയിലെ ബന്ധമാണ്. ഇത് രണ്ടും ആഭ്യന്തര ശത്രുക്കളെയാണ് ലക്ഷ്യമിടുന്നത് എന്നുള്ളതാണ്. ഇനി ഭീമ കൊറേഗാവ് കേസിൽ വരുമ്പോൾ സ്റ്റാൻ സ്വാമിയാണ് ജയിലിടാൻ പോകുന്നത്. അവിടെ ഇന്റലക്ച്വൽസിനെയും ലെഫ്റ്റ് ഇന്റലക്ച്വൽസിനെയുമാണ് അവിടെ ജയിലിടാൻ പോകുന്നത്. അത് മൂന്നാമത്തെ ആഭ്യന്തര ശത്രുവായ കമ്മ്യൂണിസ്റ്റ് വിഭാഗത്തിൽപ്പെട്ടവരെയാണ്. അപ്പോൾ ഈ നാടകം ഇങ്ങനെ തുടരുകയാണ്. ഭീമ കൊറേഗാവ് കേസിൽ സ്റ്റാൻ സ്വാമിയും റോണ വിൽസനെയും അടക്കമുള്ളവരെ ജയിലിലടച്ച് അവരെ മരണത്തിന് വിട്ടുകൊടുക്കുന്നത് ഒരു തിരക്കഥയുടെ ഒരു ഭാഗം. കന്യാസ്ത്രീകളെ ജയിലിലടച്ച് ഛത്തീസ്ഗഡിൽ ഒരു രംഗവും കേരളത്തിൽ മറ്റൊരു രംഗവും പകർന്നാടുന്നത് മറ്റൊരു നാടകത്തിൻ്റെ ഒരു രംഗം. ഇനി കേരള സ്റ്റോറിയുമായി വന്ന് കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ ഇവിടെ ലവ് ജിഹാദ് ഉണ്ട് എന്ന് പ്രചരിപ്പിക്കുന്നത് തിരക്കഥയുടെ ഒരു ഭാഗം. ഇനി ഗവർണറെ വിട്ട് സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കുളമാക്കുന്നത് മറ്റൊരു ഭാഗം. സംസ്ഥാന സർക്കാരിന് ലഭിക്കേണ്ട നികുതി പൂർണ്ണമായിട്ടും വെട്ടിക്കുറച്ച് അതിന് ആനുപാതികമായി ലഭിക്കേണ്ട സാമ്പത്തിക സഹായം കുറച്ചുകൊണ്ട് സാമ്പത്തികമായി ഞെരുക്കുന്നത് മറ്റൊരു വിഭാഗം. EDയെയും മറ്റ് അന്വേഷണ ഏജൻസികളെയും ഉപയോഗിച്ച് BJP ഇതര സംസ്ഥാനങ്ങളിലെ സർക്കാരുകളെ നിയന്ത്രിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്തത് മറ്റൊരു വിഭാഗം. ഗവർണറെ ഉപയോഗിച്ച് സംസ്ഥാനത്തിൻ്റെ ഭരണ സംവിധാനത്തെ തകരാറിലാക്കുന്നത് മറ്റൊരു രംഗം. ഇങ്ങനെ തുടർച്ചയായിട്ട് ആളിക്കടിച്ചുകൊണ്ടിരിക്കുകയാണ്. ലക്ഷ്യം പലതാണ്, പക്ഷേ കൃത്യമായിട്ടും അത് തമ്മിൽ കോർത്തിയിണക്കുമ്പോൾ അതിലൊരൊറ്റ കാര്യമേ വരുന്നുള്ളൂ. ആഭ്യന്തര ശത്രുക്കളായി സംഘപരിവാറിന്
എന്ന് കാണുന്ന, അവരുടെ ഹിന്ദുത്വ ദേശീയതയുടെ മറുഭാഗത്ത് നിൽക്കുന്ന മുഴുവൻ ആളുകളെയും അവരിതാ നോട്ടമിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപരവിദ്വേഷത്തിൽ അധിഷ്ഠിതമല്ലാത്തൊരാശയം, ആ ആശയം അവർക്കില്ല. അപരവിദ്വേഷത്തിൽ അധിഷ്ഠിതമായ ആശയവുമായി മുന്നോട്ട് പോകുന്ന സംഘപരിവാറിൻ്റെ സ്ക്രിപ്റ്റിൽ വിടരുന്ന പല പല രംഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഛത്തീസ്ഗഡിൽ ഒന്ന്, കേരളത്തിൽ മറ്റൊന്ന് എന്ന നിലയിലാണ് കാര്യങ്ങളുടെ പോക്ക്. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഇത് തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മൾ ഈ ചവിട്ട് നാടകവും ഈ പൊറാട്ട് നാടകവും എത്ര കാലം നമ്മൾ കാണും? ഈ കള്ളങ്ങൾ പൊളിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായും ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകണം. അപരവിദ്വേഷത്തിൽ അധിഷ്ഠിതമായ രാഷ്ട്രീയ ആശയത്തിൻ്റെ പ്രതിഫലനങ്ങളാണ് നമ്മൾ ഛത്തീസ്ഗഡിൽ കാണുന്നത്, ഭീമ കൊറേഗാവിൽ കാണുന്നത്. പശുക്കടത്തിൻ്റെ പേരിൽ ആദിവാസി ചെറുപ്പക്കാരെ ഗുജറാത്തിൽ ഉത്തർപ്രദേശിലും ആക്രമിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി കാണുന്നത്, അഖിലാഖിൻ്റെ വീട്ടിൽ പോയി ഭക്ഷണം തിരയാൻ പോകുമ്പോൾ കാണുന്നത്, വൈദിക വേഷമിട്ടു എന്നതിൻ്റെ പേരിൽ ഒഡീഷയിൽ ഒരു വൃദ്ധനെ മർദ്ദിക്കുന്നത്, ഒരു വൃദ്ധ പുരോഹിതനെ മർദ്ദിക്കുന്നതിൽ കാണുന്നത്, ഗ്രഹാം സ്റ്റുവർട്ട് സ്റ്റെയിൻസിൻ്റെ കുഞ്ഞുമക്കളെയും ഗ്രഹാം സ്റ്റുവർട്ട് സ്റ്റെയിൻസിനെയും തീയിലിട്ടിരിക്കുന്നത് കാണുന്നത്, കാണ്ഡഹാലിൽ കന്യാസ്ത്രീകളെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുമ്പോൾ കാണുന്നത്, മണിപ്പൂരിൽ 627-ലധികം പള്ളികൾ ആക്രമിക്കുമ്പോൾ കാണുന്നത്. അതുകൊണ്ട് ഈ രംഗങ്ങൾ ഇവിടെ അവസാനിച്ചുവെന്ന് കരുതരുത്. തുടരാൻ പോകുന്ന നാടകത്തിലെ ഒരു രംഗത്തിൻ്റെ ഒരു ഭാഗത്ത് മാത്രമാണ് നിൽക്കുന്നത്. പക്ഷേ ഇത് ആളുകൾ തിരിച്ചറിയുന്നുണ്ട്. തിരശ്ശീലയ്ക്ക് പിന്നിലെ നാടകങ്ങളും മുന്നിലെ നാടകങ്ങളും, ഇരട്ട ക്ലൈമാക്സുമായി നാടകം തുടരും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നാളെ ജാമ്യം കിട്ടുമ്പോൾ അതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായും BJPയും അനൂപ് ആന്റണിയും ഷോൺ ജോർജും വരരുത്. മിനിമം അത്രയെങ്കിലും ഒരു മിനിമം സത്യസന്ധത സ്വാഭാവികമായി നിർമ്മിക്കുന്ന നീതി ഇന്ന് പ്രോസിക്യൂഷൻ എതിർക്കാതിരുന്നെങ്കിൽ കെട്ടിക്കിടക്കല്ല അവരവിടെ. നിങ്ങൾക്ക് മനുഷ്യാവകാശം എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. അനൂപ് ആന്റണി പോയ മനുഷ്യാവകാശം. അനൂപ് ആന്റണിക്ക് ആദ്യം എന്താ കിട്ടിയത്? പൊന്നാടയല്ലേ കിട്ടിയത്? അത് ഒരു സ്വീകരിക്കാൻ വേണ്ടിയാണ് അനൂപ് ആന്റണി പോയത്. ഞാൻ ചോദിക്കട്ടെ, അവിടെ ചെല്ലുമ്പോൾ റഹീമിനെ അങ്ങനെ പൊന്നാടയിട്ട് സ്വീകരിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ ഈ സംസാരിക്കുന്ന നിമിഷത്തിൽ അനൂപ് ആന്റണിക്ക് പൊന്നാടയല്ലാതെ ആ കന്യാസ്ത്രീക്ക് ജാമ്യം കിട്ടിയോ? കന്യാസ്ത്രീക്ക് ജാമ്യം കിട്ടുന്നത് നിയമപരമായിട്ടാണ്, അല്ലാതെ മജിസ്ട്രേറ്റ് കോടതി പോയപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയി വിളിച്ചിറക്കുന്ന കേരളത്തിലെ നിലപാടല്ല അവിടെ. കേരളത്തിലാവില്ല. കേരളത്തിലെ ഭരണകൂടം ജയിലിൽ കിടന്ന ഒരു ക്രിമിനലിന് തൊട്ട് മദ്യം വാങ്ങിച്ചു കൊടുക്കുകയാണ്. അതാണ് കേരളത്തിലെ പോലീസ് ചെയ്യുന്നത് നമ്മൾ കണ്ടത്. പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിലെ ആ പ്രതി കണ്ണൂർ ജയിലിലേക്ക് തിരിച്ചു വന്നു. കണ്ണൂർ ജയിലുണ്ട്. പ്രജ്ഞാ സിംഗ് ഠാക്കൂർ എവിടെ? വിവരം അറിഞ്ഞത് പ്രജ്ഞാ സിംഗ് ഠാക്കൂർ എവിടെ? കുറ്റവിമുക്തരാക്കാൻ കാരണം മലേഗാവ് കേസിലെ, അതാണ് പ്രേക്ഷകരെ, മലേഗാവ് കേസിലെ പ്രതിയായ ഒരു തീവ്രവാദിയായി കുറ്റവിമുക്തരായ മലേഗാവ് കേസിലെ പ്രതിയായിരുന്നു അവര്. എന്താ പറഞ്ഞത്? അവര് പ്രതിയാവും. ആപ്പിൽ പോയാൽ അവര് പ്രതിയാവും. മലേഗാവ് കേസിലെ പ്രതിക്ക് കേസിലെ ഒരു പ്രതിക്ക് BJP ടിക്കറ്റ് കൊടുത്തതല്ലേ? പറയൂ, അവർ പ്രതിയായിരുന്നപ്പോഴല്ലേ ടിക്കറ്റ് കൊടുത്തത്? ആണോ? ഈ രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ ഒരാളെ പോലും അംഗീകരിക്കില്ലെന്ന് പറഞ്ഞാൽ 17 വർഷങ്ങൾക്ക് ശേഷമാണ് അക്വിറ്റഡ് ആയത്. ഗോഡ്സെ ഗാന്ധിയെ വധിച്ചത് എന്തിനാണ് എന്ന് പറഞ്ഞ ആളാണ് ഈ പറയുന്ന ഗോഡ്സെ രാജ്യസ്നേഹിയാണെന്ന് പറഞ്ഞ ആൾക്ക് നിങ്ങൾ ടിക്കറ്റ് കൊടുത്തില്ലേ? അങ്ങനെ രാജ്യത്തെ തീവ്രവാദ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ച അല്ലെങ്കിൽ രാജ്യത്തെ തീവ്രവാദ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട പ്രജ്ഞാ സിംഗിന് നിങ്ങൾ ടിക്കറ്റ് കൊടുത്തില്ലേ? BJP ടിക്കറ്റ് കൊടുത്തില്ലേ? ആ പ്രജ്ഞാ സിംഗിനെയും സിംഗുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ എന്താണെന്ന് അറിയണമെങ്കിൽ വിദ്വേഷം എന്താണെന്ന് നന്നായി അറിയുന്നുണ്ട്. നിങ്ങൾ ഈ 13 സംസ്ഥാനങ്ങൾ പോകണം. ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ആന്റി ദളിത് അട്രോസിറ്റീസിൽ 97% ഉള്ളത് എവിടെയാണെന്നറിയുമോ? BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളില്ല. 23 അട്ടപ്പാടിയിൽ ഒരു മധു ഉണ്ടായിരുന്നല്ലോ. അട്ടപ്പാടിയിലെ മധുവിന്റെ കാര്യം പറയൂ. അട്ടപ്പാടിയിലെ മധുവിനെ ആരാ കൊന്നത്? ഏത് സ്റ്റേറ്റിലാണ്? കേരള.
മധുവിനെ കൊന്നവരെ എന്താ പോലീസ് പിടികൂടിയത്? നോക്കൂ, അട്ടപ്പാട് ഈ പറയുന്ന ഉത്തർപ്രദേശിൽ 23%. തൊട്ടു പിന്നിൽ നിൽക്കുന്നത് മധ്യപ്രദേശ്. ഈ പറയുന്ന സ്റ്റേറ്റുകളിലെല്ലാം BJP നേതൃത്വത്തിലുള്ള സർക്കാർ ഭരിക്കുന്ന ഇടങ്ങളിൽ ദളിത് അട്രോസിറ്റീസിന്റെ കണക്കാണ് 97.7%. ആ കണക്കാണ് നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യം. അതുകൊണ്ട് ഒറ്റ കാര്യം ഞാൻ പറയാം സുജയ, ഒറ്റ കാര്യമുള്ളൂ. മലേഗാവ് കേസിലെ പ്രതിയെ പ്രജ്ഞാ സിംഗിന് ടിക്കറ്റ് നിങ്ങൾക്കത് സമാധാനമാകില്ലെന്ന് പറഞ്ഞാൽ അല്ല, അത് ക്ലിയർ ചെയ്ത് പോകണം. മലേഗാവ് കേസിലെ പ്രതിയായിരുന്നപ്പോഴല്ലേ അവർ മത്സരിച്ചത്? പറഞ്ഞാൽ മതി. അന്ന് പ്രതിയാണ് പാർട്ടി വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ കോടതിയിലും അത് പ്രൂവ് അശരണരായ മനുഷ്യരെ ചികിത്സിക്കുന്ന, അവർക്ക് അഭയം കൊടുക്കുന്ന കന്യാസ്ത്രീകളെ നിങ്ങൾ പിടിച്ച് ജയിലിലിടും. എന്നിട്ട് കള്ളത്തരം പറഞ്ഞ് ഞങ്ങളിതാ ജാമ്യം കൊടുക്കാൻ പോകുന്നു എന്ന് പറയും. പ്രോസിക്യൂഷൻ ഒരു നിലപാട് അവിടെ സ്വീകരിക്കും. ഡൽഹിയിൽ മറ്റൊരു ഉറപ്പ് നിങ്ങൾ കൊടുക്കും. അവിടെ ഛത്തീസ്ഗഡിൽ പോയി മറ്റൊരു രാഷ്ട്രീയ നാടകം കളിക്കും. അടിമുടി ചവിട്ട് നാടകം എന്നാണ് എൻ്റെ അഭിപ്രായം. Meet the editors.